ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. തന്നിൽ മാത്രം നോക്കിടുന്ന ശോഭിതരായി തീരും. ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിടുന്ന ശോഭിതരായി തീരും. ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. യാഹ് നല്ലവനെ ആസ്വദിച്ചറിയുക. തന്നിൽ ആശ്രയിച്ചിടുന്നവർ ഭാഗ്യമേറിയോ. യാഹ് നല്ലവനെ ആസ്വദിച്ചറിയുക. തന്നിൽ ആശ്രയിച്ചിടുന്നവർ ഭാഗ്യമേറിയോ. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. നീതിമാന്മാരിൽ അപേക്ഷ കേട്ടിടുന്ന ദൈവം കഷ്ടതയിൽ സഖി ഉദ്ധരിക്കുന്നു. നീതിമാന്മാരിൽ അപേക്ഷ കേട്ടിടുന്ന ദൈവം കഷ്ടതയിൽ സഖി ഉദ്ധരിക്കുന്നു. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം ദുഃഖിതർക്ക് ശ്വാസവേഗം കൂടെയുണ്ടെന്നും. മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം ദുഃഖിതർക്ക് ശ്വാസവേഗം കൂടെയുണ്ടെന്നും. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. നീതിമാന്മാരിൽ അനർത്ഥം ഏറി വന്ന നാളും നീക്കുപോക്കു നൽകിയിടും നീ നിത്യനാം ദൈവം. നീതിമാന്മാരിൽ അനർത്ഥം ഏറി വന്ന നാളും നീക്കുപോക്കു നൽകിയിടും നീ നിത്യനാം ദൈവം. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല. എന്റെ ആശ്രയം അകത്രേ ഉത്തമം. ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല. എന്റെ ആശ്രയം അകത്രേ ഉത്തമം. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. നീതിമാന്മാരിൽ അനർത്ഥം ഏറി വന്നാലും നീക്കുപോക്കു നൽകിയിടും നീ നിത്യനാം ദൈവം. നീതിമാന്മാരിൽ അനർത്ഥം ഏറി വന്നാലും നീക്കുപോക്കു നൽകിയിടും നീ നിത്യനാം ദൈവം. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം കേട്ട് ബലപ്പെടാൻ ഇന്ന് പ്രഭാതത്തിലും ഒരവസരം കൂടെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. പ്രിയരെ, നീതിക്ക് ജീവിക്കുക എന്ന മാതൃക എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. ശ്രദ്ധയോടെ കേട്ട് ആ വചനം ഏറ്റെടുത്ത് അനുസരിക്കാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ. കുടുംബപ്രഭുക്കളെ, കർത്താവായ യേശു ക്രിസ്തു
പാപമില്ലാതെ ഭൂമിയിൽ ജീവിച്ച ഏക മനുഷ്യനായിരുന്നു. പാപമില്ലാത്തവന്റെ മാതൃകാ ജീവിതം ഏറ്റെടുത്ത് പിന്തുടരുവാൻ കൽപ്പന ലഭിക്കപ്പെട്ടവരാണ് വീണ്ടും ജനനം നേടിയിരിക്കുന്ന ദൈവമക്കൾ. ക്രിസ്തു കാട്ടിത്തന്ന പരമപ്രധാനമായൊരു മാതൃകയാണ് നീതിക്ക് ജീവിക്കുക എന്നത്. പാപിയായ മനുഷ്യൻ നീതിക്ക് ജീവിക്കുവാനുള്ള പ്രാരംഭപടി എന്നത് പാപം സംബന്ധിച്ച് മരിക്കുക എന്നുള്ളതാണ്. കർത്താവായ ക്രിസ്തുവേശു കാൽവറിയിൽ മരിച്ചു എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലരും അറിയുന്നത് പോലുമില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ചില പ്രത്യേക കാരണങ്ങൾ മുഖാന്തരമാണ് ക്രിസ്തുവിൻ്റെ കാൽവറി മരണം സംഭവിച്ചത്. ഒന്നാമത്തെ കാരണം, നാം ഓരോരുത്തരും പാപം സംബന്ധിച്ച് മരിക്കേണ്ടതിന് അവൻ മരിച്ചു. അതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇപ്രകാരം ഓർപ്പിക്കുന്നു: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ഇതേ കാര്യം തന്നെ പത്രോസ് അപ്പോസ്തലനും ഓർപ്പിക്കുന്നുണ്ട്. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു എന്നുള്ളതാണ്. പ്രിയരെ, രണ്ടാമത്തെ കാരണമെന്നത് നാം നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു എന്നുള്ളതുമാണ്. അടുത്ത കാരണമെന്നത് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നു: നാം സൗഖ്യമാകേണ്ടതിന് വേണ്ടി ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ചില കാരണങ്ങൾ ക്രിസ്തുവിൻ്റെ മരണകാരണങ്ങളാണ്. പ്രിയരെ, നാം നീതിക്ക് ജീവിക്കുവാൻ വേണ്ടി, നാം നീതീകരിക്കപ്പെടുവാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി കാണിച്ചു തന്ന മാതൃക നാം പിൻപറ്റുന്നവരായിരിക്കേണ്ടത് ആവശ്യമെന്ന് ഈ പ്രഭാതത്തിൽ, ഈ വചനത്തിൽ കൂടി ദൈവം നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. നാം പാപത്തിന് മരിച്ചവരെങ്കിൽ നിശ്ചയമായി നമുക്ക് നീതിക്ക് ജീവിക്കുവാൻ കഴിയും. പാപത്തിന് ജീവിക്കുവാൻ ഒരു ദൈവപൈതലിനെ ദൈവപ്രമാണം ഒരിക്കലും അനുവദിക്കുന്നില്ല. നീതിക്ക് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ എടുക്കപ്പെടുവാൻ ഇടയാകുകയുള്ളൂ എന്ന സത്യം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് നാം ഉൾക്കൊള്ളുവാൻ പ്രാപ്തരാക്കപ്പെടണം. ഒന്നാം വരവിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയുടെ പരപ്പിലേക്കുള്ള ഒന്നാമത്തെ വരവിൽ പാപികളെ തേടി വന്നവൻ എന്ന തിരുവചനം പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ വരവിൽ പാപികളെ തേടി വന്നവൻ തൻ്റെ രണ്ടാം വരവിൽ പാപികൾക്ക് വേണ്ടിയല്ല വരാൻ പോകുന്നത് എന്ന് തിരിച്ചറിയണം. മറിച്ച് നീതിക്കിന്ന് ജീവിക്കുന്ന, വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാന്മാരെ തേടിയാണ് ഇനിയും കർത്താവ് വരുന്നത് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടിയ സത്യമാണ്. നീതിക്ക് ഇന്ന് ജീവിക്കാത്ത ഒരു മനുഷ്യനും, വിശുദ്ധിയില്ലാത്ത, വിശുദ്ധ ജീവിതം നയിക്കാത്ത, വിശുദ്ധ ആരാധന അർപ്പിക്കാത്ത ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. പ്രിയരെ, അതുകൊണ്ട് ദൈവവചനം വിളിച്ചു പറയുന്ന സത്യങ്ങൾ നാം കൈക്കൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ച്, പാപത്തിന് മരിച്ച്, നീതിക്ക് ജീവിച്ചുകൊണ്ട് ശുദ്ധീകരണം പ്രാപിപ്പാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കേണ്ടതുണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പ്രിയരെ, കർത്താവ് എനിക്കായി ക്രൂശിൽ മരിച്ചു, ഞാൻ നീതിക്കായി ജീവിക്കുമെന്ന് ഉറച്ച തീരുമാനമുള്ള ഒരു ദൈവപൈതൽ ഇന്ന് ഈ ഭൂമിയിൽ വിശ്വാസത്താൽ ദൈവത്തെ ആരാധിക്കുകയും വിശ്വാസത്താൽ ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും താഴ്ചയുള്ള ശരീരത്തിലാണ് അവൻ്റെ ജീവിതം. അവനെ ക്രൂശ് മരണം കൊണ്ട് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സൗഖ്യം ആ താഴ്ചയുള്ള ശരീരത്തിന് ലഭ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിൻ്റെ പ്രായശ്ചിത്ത യാഗത്തിൻ്റെ ഭാഗമായി
വീണ്ടെടുക്കപ്പെട്ട് നീതിക്ക് ജീവിക്കുന്ന ഒരു ദൈവപൈതലിന് രോഗസൗഖ്യം ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് വരെ നമ്മുടെ ഈ ബലഹീനതയുള്ള, ഈ താഴ്ചയുള്ള ശരീരം, രോഗം, ക്ഷീണം എന്നിവയൊക്കെ നമ്മെ ശരീരത്തിൽ കടന്നു പിടിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ശാരീരിക സൗഖ്യം ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ് എന്നുള്ളതിനാൽ നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിൽ നാം ജീവിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്താൽ, കൃപയാൽ, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതാകിയാൽ ആ സൗഖ്യം നാം ഏറ്റെടുത്ത് അനുഭവിക്കുവാൻ നമുക്കിടയാകണം. വീണ്ടെടുക്കപ്പെട്ടവരുടെ സൗഖ്യദായകൻ ഇന്നും ജീവിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക്, തന്നിൽ ആഗ്രഹിക്കുന്നവർക്ക്, തൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നവർക്ക്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ശരീരത്തിൽ അവൻ ഇന്നും സൗഖ്യം കൽപ്പിക്കുന്നു, ഇന്നും അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രിയരെ, ഇന്ന് സാത്താനാൽ വ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗവും കെടുതികളും ഏതു മനുഷ്യരിലും ബാധിച്ചേക്കാം. എന്നാൽ അവൻ ദൈവകൃപയിൽ, ക്രിസ്തുവിൻ്റെ അടിപ്പിണരിൽ ആശ്രയിച്ചാൽ അവനിൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകി തരുന്നു. ഇന്ന് നാം ക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിച്ചാൽ നാം നമ്മുടെ അത്ഭുത സൗഖ്യത്തിൽ കൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. അത് നാം പാപത്തിന് മരിച്ചു എന്നും ക്രിസ്തുയേശുവിനാൽ നീതിക്ക് ജീവിക്കുന്നു എന്നും ക്രിസ്തു ദൈവപുത്രനാണെന്നും സൗഖ്യദായകനായി ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുമുള്ള ഒരു സാക്ഷ്യമാണ് സൗഖ്യമാക്കപ്പെട്ട നമ്മുടെ ശരീരത്തിൽ കൂടി, നമ്മുടെ ജീവിതത്തിൽ കൂടി നമുക്ക് ചുറ്റുപാടുമുള്ളവരിലേക്ക്, ഈ ലോകത്തിന് നാം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. ആകയാൽ കൂടപ്പിറപ്പുകളെ, ഈ ഭൂമിയിൽ നീതിക്ക് ജീവിച്ച് ക്രിസ്തുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യവും ആരോഗ്യവും ഏറ്റെടുത്ത് യേശു ദൈവപുത്രനാണെന്നും പാപപരിഹാരകനാണെന്നും ജീവിക്കുന്ന ദൈവവും എന്ന സ്വന്തം അനുഭവങ്ങളാൽ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്ന സാക്ഷ്യം പറയുന്നവരായി തീരുവാൻ, അപ്രകാരമുള്ള സാക്ഷ്യം പറയുന്നവരായി സാക്ഷ്യം പറയാൻ പ്രാപ്തരാക്കപ്പെടുന്ന ആ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിറവേറ്റുവാനിടയായിത്തീരും. അതിന് ദൈവം എന്നെ സഹായിക്കണം. ഞാൻ അതിന് സമർപ്പിത മനസ്സുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എന്നെ തന്നെ അടുപ്പിച്ച് നിർത്തുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ അടുത്തു വരുന്നു, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ഇന്ന് പകലിലും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, താഴ്ചയുള്ള ശരീരത്തിൽ നീതിക്ക് ജീവിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഞാൻ അവകാശമാക്കുന്നു എന്നുള്ള പ്രാർത്ഥന ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഉയർത്താം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുക ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനപ്രകാരം കർത്താവേ, ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് എന്തിന് എന്നുള്ളത് തിരിച്ചറിഞ്ഞു, ആ കാരണങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ, നീതിക്ക് ജീവിച്ച് ഈ താഴ്ചയുള്ള ശരീരത്തിൽ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നീതിക്ക് ജീവിച്ച് ക്രിസ്തുയേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കർത്താവേ, സൗഖ്യം ഞങ്ങൾ പ്രാപിച്ച് ഈ ലോകത്തിന് വെളിപ്പെടുത്തേണ്ട സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ തക്കോണം കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മേലുള്ള ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം അതാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ, സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് കൽപ്പിച്ചാൽ മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. ഇന്ന് പകലിൽ രോഗികൾ സൗഖ്യമാക്കപ്പെടട്ടെ. കർത്താവെ, നീതിക്ക് ജീവിക്കുവാൻ വിളിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഇടയായി തീരണമേ. കർത്താവ് ഇത് ചെയ്യുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ഞാൻ യഹോവയെ എല്ലാ
നാളിലും വാഴ്ത്തിയിടും തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട് ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട് എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു തന്നിൽ മാറ്റം നോക്കിടുന്ന ശോഭിതരായി തീരും ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല തന്നിൽ മാറ്റം നോക്കിടുന്ന ശോഭിതരായി തീരും ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു യാഹു നല്ലവനെ ആസ്വദിച്ചറിയുന്നു തന്നിൽ ആശ്രയിച്ചിടുന്നവർ ഭാഗ്യമേറിയോ യാഹു നല്ലവനെ ആസ്വദിച്ചറിയുന്നു തന്നിൽ ആശ്രയിച്ചിടുന്നവർ ഭാഗ്യമേറിയോ എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു നീതിമാന്മാരിൽ അപേക്ഷ കേട്ടിടുന്ന ദൈവം കഷ്ടതയിൽ സഖി ഉദ്ധരിക്കുന്നു നീതിമാന്മാരിൽ അപേക്ഷ കേട്ടിടുന്ന ദൈവം കഷ്ടതയിൽ സഖി ഉദ്ധരിക്കുന്നു എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം ദുഃഖിതർക്ക് ശ്വാസവേഗം കൂടെയുണ്ടെന്നും മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം ദുഃഖിതർക്ക് ശ്വാസവേഗം കൂടെയുണ്ടെന്നും എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിരുന്നു എന്നെയുള്ളം യാഹിൽ പ്രശംസിച്ചിരുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു